സ്വാഗതം. എല്ലാവരും സുഖം വിശ്വസിക്കുന്നു. നമ്മള് കുറച്ച് നാളായി കണ്ടിട്ട് കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നമുക്ക് എന്താ പറയാ നമ്മുടെ പുതിയ കണ്ടന്റുകൾ നമുക്ക് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പൊ എന്തായാലും ചെയ്യുമ്പോൾ ഒരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണല്ലോ. അപ്പൊ ആ ഒരു അങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഗ്യാപ്പ് വന്നത്. അപ്പോ ഒരിക്കൽ കൂടി നിങ്ങളുടെ സഹകരണം ആവശ്യപ്പെടുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നല്ല കണ്ടന്റുകളായിട്ട് ഞങ്ങൾ പിന്നെയും വരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇപ്രാവശ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു 5.1 ആംപ്ലിഫയർ ആണ്. 5.1 ആംപ്ലിഫയർ തന്നെയാണല്ലോ കഴിഞ്ഞ ആഴ്ചയും ചെയ്തത് തന്നെ എനിക്ക് നിങ്ങളുടെ ഒരു ഇത് വരിക. പക്ഷെ ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് അത്യാവശ്യം ഒപ്റ്റിക്കൽ ഒരു ഡിജിറ്റൽ ആംപ്ലിഫയർ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു ആംപ്ലിഫയർ ആണ് നമ്മൾ ഇപ്രാവശ്യം പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ അപ്പിയറൻസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, ഒരു AVR ലുക്കിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോ അതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ. അപ്പൊ നമ്മളുടെ ഒരു ബ്രാൻഡ് വരുന്നു, നമ്മുടെ ഒരു ബ്രാൻഡിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കുറെ. അപ്പൊ നമ്മൾ സാധാരണ ചെയ്തു വരുന്ന പല ആംപ്ലിഫയറുകളും പല ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെയും നെയിമുകൾ കോപ്പി ചെയ്തിട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തിരുന്നത്. അത് പലതും കസ്റ്റമേഴ്സിന്റെ ആ ഒരു താല്പര്യപ്രകാരമാണ് നമ്മൾ ചെയ്തിരുന്നത്. ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ആംപ്ലിഫയർ എന്ന് പറയുന്നത് ബ്രാൻഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അതിന്റെ ബ്രാൻഡിങ്ങിന്റെ സ്റ്റിക്കർ ആക്ച്വലി നമ്മുടെ തന്നെ ബ്രാൻഡിൽ ഇറങ്ങാൻ പോകുന്ന ഒരു ആംപ്ലിഫയർ ആണ്. അതിലേക്ക് ആക്ച്വലി സ്റ്റിക്കേഴ്സ് നമ്മൾ കിട്ടിയിട്ടില്ല. ഇപ്രാവശ്യം ആ ബ്രാൻഡിങ് എൻഗ്രേവ് ചെയ്യുന്നതിന് പകരം ഒരു സ്റ്റിക്കർ ബേസ്ഡ് ആയിരിക്കും വരിക. അപ്പൊ നമുക്കിത് കിട്ടാത്ത കാരണമാണ് നമ്മളത് ഒട്ടിക്കാത്തത്. അപ്പൊ അതിന്റെ സ്പേസ് കാര്യങ്ങളെല്ലാം നമ്മളത് ക്ലിയർ ആയിട്ട് അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിലാണ് നമ്മൾ ഈ ഒരു പാനൽ ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു AVR ലുക്കൊക്കെ കിട്ടുന്ന രീതിയിൽ ഉള്ള ഒരു ഇതിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ പാനല് നമ്മളെല്ലാ പാനലുകളും ചെയ്യുന്ന പോലെ അക്രിലിക് പാനലില് നമ്മളുടെ ഡിസൈൻ കൊടുത്ത് ചെയ്തെടുത്തിട്ടുള്ള പാനലാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു മാറ്റ് ഫിനിഷിലുള്ള ഒരു ഏകദേശം ഒരു 75% ഏരിയയും ഒരു മാറ്റ് ഫിനിഷിലും ഒരു ബാക്കിയുള്ളതൊരു ഗ്ലാസ് ബേസ്ഡ് ഏരിയയും നിങ്ങൾക്ക് കാണാം. അതില് നിങ്ങൾക്ക് ഒരു സിംഗിൾ നോബ് കോൺഫിഗറേഷനിലാണ് നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു പവർ സ്വിച്ച്, ഒരു ഹെവി ആയിട്ടുള്ള ഒരു പവർ സ്വിച്ച് കാണാം. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു USB സോക്കറ്റ് കാണാം. ഒരു നമ്മുടെ എൻകോഡറിന്റെ ഒരു റോട്ടറി എൻകോഡറിന്റെ ഒരു നോബും കാര്യങ്ങളും കാണാം. ഈ ഗ്ലാസ് ഏരിയയിലാണ് നമ്മുടെ റിമോട്ട് കിറ്റിന്റെ ഡിസ്പ്ലേ, അതേപോലെ തന്നെ USB മൊഡ്യൂളിന്റെ ഡിസ്പ്ലേ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പൊ ആക്ച്വലി വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ, അധികം നോബുകളോ കൺട്രോളുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ, മിനിമൽ ആയിട്ടുള്ള ബട്ടൺസ്, ആ രീതിയിലാണ് ഈ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ അടുത്ത് ഇതിന്റെ ബാക്ക് പാനലിലേക്ക് നമുക്ക് പോവാം. ബാക്ക് പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മിനിമൽ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. കാരണം ഇതിന്റെ ഈ ഒരു ക്യാബിനറ്റിന്റെ ഇതില് നമ്മളൊരു ഡിജിറ്റൽ ഡീകോഡർ യൂസ് ചെയ്യുന്ന കാരണം ഇതിന്റെ പാനൽ ആക്ച്വലി നമുക്ക് കട്ട് ചെയ്ത് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ നമ്മളൊരു അക്രിലിക് പാനലാണ് അതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് വേണ്ട സ്പെസിഫിക്കേഷനിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതിലൊരു RC സോക്കറ്റ് കാണാം. അതിൽ OX 1, OX 2, OX 3 എന്നുള്ള കൺസെപ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ ആ RC സോക്കറ്റ് വഴി സെലക്ട് ചെയ്യാവുന്ന രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഒപ്റ്റിക്കൽ ഡീകോഡറിന്റെ ഇൻപുട്ടുകൾ, അതിൽ ഒപ്റ്റിക്കൽ അതുപോലെ കോയാക്സിയൽ, അതിൽ ഒരു ARC HDMI ARCയുടെ ഒരു സെലക്ഷൻ കാണാം. അതേപോലെ ഒരു സെലക്ഷൻ സ്വിച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷൻ അവിടെ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ സ്പീക്കർ ഫാനിന്റെ ഒരു ഗ്രില്ലൂടെ കാണാം. അതേപോലെ തന്നെ സ്പീക്കർ സോക്കറ്റുകൾ, അതിൽ തന്നെ നമ്മൾ FRFL അതുപോലെ തന്നെ സറൗണ്ടിനും സബിനും വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഉള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പവർ കോഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു 3-pin സോക്കറ്റ് ആണ്. ഫ്യൂസ് ഇൻബിൽഡ് ആയിട്ടുള്ള ടൈപ്പിലുള്ള 3-pin സോക്കറ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഇത്രയ്ക്കൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് സാധാരണ ചെയ്യുന്ന ഒരു റിമോട്ട് കിറ്റ് ആംപ്ലിഫയർ ആയിട്ട് എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളു തുറന്ന് കാണണം. ഓക്കെ. അപ്പോ ഉള്ളിലത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോ നമുക്ക് ഉള്ളിലത്തെ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു കസ്റ്റമർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ആ കസ്റ്റമർ വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ആ ഡീകോഡർ പരിചയപ്പെടുത്തിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇതിൽ ഉള്ളിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് പറയുന്നതിന് മുന്നേ ഇതിലിപ്പോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പാനൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഒരു AVR ലുക്കിൽ കിട്ടുന്ന രീതിയിലേക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ക്യാബിനറ്റ് ആക്ച്വലി നമ്മുടെ ഉണ്ടായിരുന്ന ഞാൻ യൂസ് ചെയ്തിരുന്ന എന്റെ മുമ്പത്തെ ആംപ്ലിഫയറിന് യൂസ് ചെയ്തിരുന്ന പാനല് ക്യാബിനറ്റ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്രാവശ്യം ഇതിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന്റേതായ തെറ്റുകുറ്റങ്ങളൊക്കെ ഈ ഇതിലുണ്ടാവും. ഒട്ടിച്ചതിന്റെ പാടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്രാവശ്യം നിങ്ങൾ സദയം ക്ഷമിക്കാന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് സ്വന്തം ആവശ്യത്തിന് ചെയ്തിട്ടുള്ളതാണ്.
ഓക്കെ, അപ്പൊ ഉള്ളിലത്തെ കാഴ്ചകളിലേക്ക് പോവാം. എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോ നമ്മള് ഉള്ളിലത്തെ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാ വീഡിയോയിലും പറയണ പോലെ എല്ലാ ആംപ്ലിഫയറുകളും നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ, ഒരു പവർ സപ്ലൈ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. പവർ സപ്ലൈയിൽ നിങ്ങൾക്ക് അറിയാം അതിന്റെ പ്രധാന കമ്പോണന്റ് ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമർ നമ്മൾ പറഞ്ഞു ചെയ്യിക്കുന്ന ട്രാൻസ്ഫോമറാണ്, അല്ലാതെ ഒരു റെഡിമെയ്ഡ് ട്രാൻസ്ഫോമർ നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാറില്ല. ഒരു കസ്റ്റമർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതുകൊണ്ട് തന്നെ അതേപോലെ തന്നെയാണ് നമുക്ക് വേണ്ടി ചെയ്യുമ്പോഴും അതിന്റെ ക്വാളിറ്റിയിൽ യാതൊരു വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും നമ്മൾ വരുത്താറില്ല. നമ്മൾ എങ്ങനെയാണ് ഒരു കസ്റ്റമർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് ചെയ്യുന്ന അതേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കും കസ്റ്റമർക്കും ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് 27/27 ഒരു 8 ആംപിയർ ട്രാൻസ്ഫോമറും 12/012 ഒരു 8 ആംപിയറും അതുപോലെ തന്നെ ഒരു 3 ആംപിയർ 12/012 വേണ്ടിട്ടും 1 ആംപിയർ ഇങ്ങനത്തെ ഒരു ഡിഫറെന്റ് കോമ്പിനേഷനിലുള്ള ഒരു മൾട്ടിപ്പിൾ ടാപ്പിംഗ്സ് ഉള്ള ഒരു ട്രാൻസ്ഫോമറാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നല്ലൊരു റെക്ടിഫിക്കേഷൻ സെക്ഷൻ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഒരു സിംഗിൾ PCBയിൽ ഒരു 3510 മെറ്റൽ ഡയോഡ് യൂസ് ചെയ്തിട്ട് 4,10000 കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ടുള്ള ഒരു കപ്പാസിറ്റർ ബാങ്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സബ് വൂഫറിന് വേണ്ടി നമ്മളൊരു പവർ സപ്ലൈ എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ 12/012 അത്യാവശ്യം നല്ല രീതിയിൽ റെക്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റർ ബാങ്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. 10 ആംപിയറിന്റെ ഡയോഡാണ് നമ്മൾ അതിന് വേണ്ടിയുള്ള പവർ സപ്ലൈ സെക്ഷനിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ റിമോട്ട് കിറ്റിന് വേണ്ടിയുള്ള പവർ സപ്ലൈ ഇത് ചെയ്യാനായിട്ട് ഒരു 3 ആംപിയറിന്റെ ഒരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള റെക്ടിഫിക്കേഷൻ കാര്യങ്ങളും ഫിൽട്രേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 4700 കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ടുള്ള ഒരു കപ്പാസിറ്റർ ബാങ്ക് യൂസ് ചെയ്തിട്ടുള്ള ഒരു റെക്ടിഫിക്കേഷൻ സൈഡ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പവർ സപ്ലൈ കാര്യങ്ങളിൽ ഒരു കോംപ്രമൈസും വരുത്താറില്ല. പക്ഷെ ഇവിടെ നമ്മളൊരു ചെറിയൊരു ലാഗ് നമുക്ക് ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാൻ അതേപോലെ തന്നെ ലൈറ്റ് അങ്ങനെയുള്ള പർപ്പസിന് നമ്മൾ ചെറിയൊരു SMPS യൂസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു 2 ആംപിയറിന്റെ SMPS ആണ് നമ്മളവിടെ ഇട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇൻപുട്ട് സൈഡ് കാര്യങ്ങളെല്ലാം ഒരു ഫ്യൂസ് ഉള്ള ഒരു 3 പിൻ സോക്കറ്റ് വഴിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതിൽ നിന്ന് നമ്മളൊരു ഹെവി പവർ സ്വിച്ച് വഴിയാണ് പോയിട്ടുള്ളത്, 30 ആംപിയറിന്റെ പവർ സ്വിച്ച് വഴിയാണ് പോയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള റിമോട്ട് കിറ്റ് എന്ന് പറയുന്നത് ഡിടെക്കിന്റെ റിമോട്ട് കിറ്റ് ആണ്. ഡിടെക്കിന്റെ നോർമൽ ടൈപ്പ് റിമോട്ട് കിറ്റ് ആണ്. അതിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ മാതിരി സെലക്ഷനോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇത് ചെയ്യാതെ അതിലേക്കാണ് നമ്മൾ ആക്ച്വലി ഈ ഒപ്റ്റിക്കൽ ഡീകോഡർ മെർജ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ സാധാരണ എല്ലാ ഓപ്ഷൻസും നമ്മൾ എടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഇതിന്റെ 5 ചാനൽ ഓപ്ഷൻ, ആ 5 ചാനൽ ഇൻപുട്ടാണ് നമ്മൾ ഈ ഡീകോഡറിന്റെ ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത്, ഡീകോഡറിന്റെ ഔട്ട്പുട്ട് എടുത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ പവർ സപ്ലൈ കാര്യങ്ങളെല്ലാം ഈ റിമോട്ട് കിറ്റിന്റെ പവർ സപ്ലൈയും അതേപോലെ തന്നെ ഈ ഡീകോഡറിന്റെ പവർ സപ്ലൈയും നമ്മളൊരു ബക്ക് വഴിയാണ് നമ്മൾ എടുത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു 3 ആംപിയർ വരുന്ന ഒരു പവർ സപ്ലൈ 12 വോൾട്ട് കറക്റ്റ് കിട്ടുന്ന രീതിയിൽ ഒരു ബക്ക് വഴി കൊടുത്തിട്ടുള്ള കാരണം ഇതിന്റെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ലോങ് ലൈഫും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിലൊരു ഡിടെക്കിന്റെ തന്നെ നമ്മളൊരു സ്പീക്കർ പ്രൊട്ടക്ഷൻ 5.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഇതിന്റെ ഒരു ആംപ്ലിഫയർ സ്റ്റേജ് ആണ്. 2 തരത്തിലുള്ള ആംപ്ലിഫയർ ആണ്. ഒരു 5 ചാനൽ ആംപ്ലിഫയറും ഒരു സബിന് വേണ്ടിയിട്ടുള്ളൊരു ആംപ്ലിഫയർ സെക്ഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. 5 ചാനൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത് 7265 IC ബേസ് ചെയ്തിട്ടുള്ള 5 ചാനൽ ആംപ്ലിഫയർ ആണ്. ആക്ച്വലി റേറ്റഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏകദേശം 25 വാട്ട്സ് സറൗണ്ട് ചാനലിലും ഫ്രണ്ട് ചാനലിലും, സെന്ററിന് ആക്ച്വലി 50 വാട്ട്സ് കിട്ടുന്ന രീതിയിലാണ് ഇതിന്റെ ഇത് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ സബിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ബോർഡാണ്. ആക്ച്വലി ഒരു 5200-1943 കോമ്പിനേഷനിലുള്ള 2 പെയർ ട്രാൻസിസ്റ്റേഴ്സ് വരുന്ന ഏകദേശം നല്ല രീതിയിലുള്ള വോൾട്ടേജ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള രീതിയിൽ സാധാരണയിൽ നമ്മളൊരു 35 വോൾട്ട് 38 വോൾട്ടൊക്കെയാണ് കൊടുക്കുക. പക്ഷേ ഇതിന്റെ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 32 വോൾട്ട് AC ഇത് വരുമ്പോൾ ഏകദേശം ഒരു 40 വോൾട്ട് വരെ നമുക്ക് കൊടുക്കാവുന്ന രീതിയിലാണ്, 40-42 വോൾട്ട് വരെ നമുക്ക് കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു ബോർഡാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം നമുക്കൊരു 38 വോൾട്ട് DC ആണ് നമ്മൾ ഇതിന്റെ സപ്ലൈ കൊടുത്തിട്ടുള്ളത്. അത് കാരണം എന്തൊക്കെ കൂടുതൽ ഹീറ്റിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എങ്കിൽ പോലും നമ്മൾ അഡീഷണൽ ഒരു ഫാൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു 3 ഇഞ്ചിന്റെ ഫാൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂളിങ്ങിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ഹീറ്റ് സിങ്ക് നമ്മൾ ഈ ബോർഡിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 5 ചാനൽ ബോർഡ് ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള ഹീറ്റ് സിങ്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ ഒരു ഫാൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പീക്കറിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ കൊടുത്തിട്ടുള്ള വയർ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വയറാണ്. 0.5 kg യൂസ് ചെയ്യുന്ന വയറാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പവർ സപ്ലൈ സെക്ഷനിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് നല്ല 1 സ്ക്വയർ വരുന്ന വയറാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ആംപിയർ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിന്റെ ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം JBL പോലൊരു 12 ഇഞ്ച് സബ്ബൊക്കെ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിന്റെ ചാനൽ അത്യാവശ്യം നമുക്കൊരു വീട്ടിലേക്ക് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് നല്ല ക്വാളിറ്റിയോടുകൂടി നമുക്ക് കേൾക്കാം. അപ്പോൾ അതിന്റെ റിസൾട്ട് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിന്റെ ഓഡിയോ ടെസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റും. പിന്നെ ഒപ്റ്റിക്കൽ ഡീകോഡർ ആണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി.
നമ്മുടെ വീട്ടിലേക്ക് ചെയ്തിട്ടുള്ള കാരണം അതിന്റെ സെലക്ഷൻ കാര്യങ്ങളൊന്നും സെപ്പറേറ്റ് കൊടുത്തിട്ടില്ല. ഇതിന്റെ 5.1 DVD ഇൻപുട്ട് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒപ്റ്റിക്കൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. കാരണം ഞാൻ വീട്ടിൽ യൂസ് ചെയ്യുന്നത് MI ബോക്സ് ആയിട്ടുള്ള കാരണം ഒപ്റ്റിക്കലാണ് നമ്മൾ ഇത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോ ഇത്രയൊക്കെയാണ് ഇതിന്റെ ഉള്ളിലെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ. ഓഡിയോ ടെസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിന്റെ തുടർന്നുണ്ടാവും. അപ്പോൾ അത് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി ഗുഡ് ബൈ.